അവസാനം എന്തുണ്ടായി? കുറെ കഴിഞ്ഞു, കെട്ടിടങ്ങൾ പൂർത്തിയായി, പ്ലാന്റുകളൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ ഉത്പാദനത്തിന് ആവശ്യമായ മെഷീനറികൾ തയ്യാറായി. ദൂരെ നിന്ന് ജോലിക്കാർ വന്നു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ബോർഡ് വെച്ചു, കൊക്കോ കോള എന്ന് പറഞ്ഞിട്ട്. ജനങ്ങൾ പറഞ്ഞു, ഇത് എന്താണ്, സിനിമാ തിയേറ്റർ അല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ സമാശ്വസിപ്പിക്കാൻ പറഞ്ഞു, ഇത് സിനിമാ തിയേറ്റർ വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളൊരു സോഡ പോലൊരു സാധനം ഉണ്ടാക്കാണ്ട് കുടിച്ചാൽ നല്ല മധുരമുള്ള സംഗതിയാണ്. നിങ്ങൾ ഒരു ഗ്രാമപ്രദേശത്ത് അന്യനാട്ടിൽ നിന്ന് ഒരു മുതലാളി വരുന്നു, ഒരു കമ്പനി വരുന്നു, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു, അവിടെയുള്ളവർക്ക് ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു. പെട്ടെന്ന് ഗ്രാമത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഉണർവായി, ചായക്കടകളായി, അടുത്ത് മറ്റുള്ള അനുബന്ധ പരിപാടികളായി, കാശായി, ജനങ്ങൾക്ക് സന്തോഷമായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. കിണറ്റിലെ വെള്ളത്തിന്റെ നില താഴേക്ക് പോവാൻ തുടങ്ങി, ജലനിരപ്പ് ഇല്ലായ്മ. അപ്പോൾ ഇവർ വിചാരിച്ചത് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് നിറം മാറ്റം കണ്ടു തുടങ്ങി. ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പാടൽ കെട്ടി കാണപ്പെട്ടു. അപ്പൊ ഇതെന്തോ പ്രശ്നമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഉടനെ അവർ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചപ്പോൾ പറഞ്ഞു, ഈ ഭൂമിയുടെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് സർവേയിൽ പറഞ്ഞ അട്ടപ്പാടി ഭാഗത്ത്, പാലക്കാട് ഭാഗത്തുള്ള ചിറ്റൂര് ബ്ലോക്കിൽപ്പെട്ട സ്ഥലത്ത് കിണറുകളിലേക്കുള്ള വെള്ളം വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. താഴ്ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ മുകൾ ഭാഗത്തുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പോകും. ഓഹോ, അങ്ങനെയാണ്. അപ്പൊ എന്തുണ്ടാവും? ആ വെള്ളത്തിൽ നൈട്രേറ്റിന്റെ അംശം കൂടുന്നു. ചോരമുള്ള സമരമുഖത്ത് നിന്ന് തീവ്രമായി പൊരുതിയ ജനങ്ങളാണ് ഇപ്രകാരമുള്ള രാജ്യത്തിനെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് മലിനമായ വായു, മലിനമായ ജലം, ഇതൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. അതിനെ പിടിയിൽ സമരം നടന്നു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഈ ജീവന്റെ സ്രോതസ്, കൃഷിയുടെ സ്രോതസ്, അതിന്റെ എല്ലാം ജലമാണ്. മീൻ കനാലാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മുകളിൽ കൂടെ പോകുന്നത് കണ്ടു. ആ കനാൽ വഴിയാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത്. അതിരപ്പള്ളി പദ്ധതിയിൽ പുഴ നിലനിർത്തുക എന്ന പേരിൽ റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിൽ വർക്ക് ചെയ്യുന്നൊരു പാവപ്പെട്ട പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ ആ സമരം ഞങ്ങൾ വിജയിപ്പിക്കാൻ കിട്ടി. ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടല്ല, വർഷങ്ങളായി 84 മുതൽ ഞങ്ങൾ ചെയ്തു വന്ന സമരമാണ്. വിജയിച്ചു. അത് വളരെ ശക്തമായ വിധത്തിൽ നടപ്പാക്കാനായിട്ട് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളും അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ പോരാവുന്ന വിധത്തിലുള്ള മെറ്റീരിയൽസ്, കാര്യങ്ങൾ, സാമഗ്രികൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയും അക്രമമാർഗത്തിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള സമരമായിരിക്കണം എന്നുകൂടിയാണ്. കാരണം അക്രമമാർഗത്തിലേക്ക് തിരിയുന്നത് ഒരിക്കലും ഒരു സമരം വിജയിക്കുന്നതിനുള്ള ഒരു മാർഗമല്ല. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യണ്ട. അങ്ങനെ വിധത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് എതിരായിട്ടായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സമാധാനപരമായ ജനങ്ങളെല്ലാവരെയും ഒറ്റ ചരടിൽ കോർത്ത് വഴിക്കൊണ്ട് ആശയപരമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ആശയങ്ങളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് എല്ലാവരെയും ഒരു ചരടിൽ കോർത്ത മാല പോലെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം. താങ്ക് യു സർ. നമ്മുടെ ഈ സമര പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിന് ശ്രീ M.K. വർഗീസിനെ, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്ത സമിതിയിൽ, സബ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളോടി നമുക്ക് ശ്രമിക്കാം.